ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദായ നികുതി ഇളവുമായി കേന്ദ്ര ബജറ്റ്. ആദായ നികുതി ഇളവിനുള്ള പരിധി 12 ലക്ഷം രൂപയാക്കി. നികുതി ഘടനയിലെ മാറ്റം 4 ലക്ഷം വരെ നികുതി ഈടാക്കില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വൻ നിരാശ. വയനാട് ചൂരൽമല ദുരന്ത മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചില്ല. കേന്ദ്ര ബജറ്റ് നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കേന്ദ്ര ബജറ്റിൽ തൃശൂരിന് അവഗണന. തൃശൂരിന് കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും ഒരു പദ്ധതി പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വീടിന്റെ ജനൽ കാട്ടാന തകർത്തു. പീച്ചി മണിയൻ കിണറിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പുനർ അനാച്ഛാദനം അവസാന നിമിഷം വീണ്ടും മാറ്റി. അനാച്ഛാദനം മാറ്റിയത് സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ. അനാച്ഛാദനം മാറ്റിവെച്ചത് ശക്തൻ തമ്പുരാനോടുള്ള അവഹേളനമെന്ന് കോൺഗ്രസ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. വാർത്തകൾ വിശദമായി. മധ്യവർഗക്കാർക്കും ഇടത്തരക്കാർക്കും വലിയ ആശ്വാസം നൽകുന്ന ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആദായ നികുതി പരിധിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവാണ് നൽകിയത്. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തിയത് മധ്യവർഗക്കാർക്ക് ആശ്വാസമായി മാറി. 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല. 12 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് 80,000 രൂപ ലാഭിക്കാം. 18 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് 70,000 രൂപയും 25 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയും ലാഭിക്കാം. വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി 6 ലക്ഷമാക്കി ഉയർത്തി. ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നികുതി നിയമം അടുത്തയാഴ്ച നിലവിൽ വരും. ന്യൂസ് ഡെസ്ക് TCV. വനിതകൾക്കും യുവാക്കൾക്കും കർഷകർക്കും പ്രാമുഖ്യം നൽകിയുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മുഖ്യമായും ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. കുംഭമേള ദുരന്തത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് അവതരണം നടത്തിയത്. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്നും മേക്ക് ഇൻ ഇന്ത്യ കൂടുതൽ ശക്തമാക്കുമെന്നും അടുത്ത 5 വർഷം അവസരങ്ങളുടെ കാലഘട്ടമാണെന്നും ധനമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് വൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. സംസ്ഥാനങ്ങളുമായി ചേർന്ന് PM ധൻധാന്യ കൃഷി യോജന പദ്ധതി 100 ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ നടപ്പാക്കും. ജലസേചന പദ്ധതികൾ മെച്ചപ്പെടുത്തും. കാർഷിക മേഖലയിൽ നൈപുണ്യ വികസനം നടപ്പാക്കുന്നതോടൊപ്പം കാർഷികോൽപാദനം മെച്ചപ്പെടുത്തും. കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തി. ആരോഗ്യ മേഖലയ്ക്കും നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമ്മമാർക്കും 8 കോടി കുഞ്ഞുങ്ങൾക്കുമായി പോഷകാഹാര പദ്ധതി ആരംഭിക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ ആരംഭിക്കും. മെഡിക്കൽ കോളേജുകളിൽ അടുത്ത വർഷത്തിനുള്ളിൽ 10,000 സീറ്റുകൾ വർദ്ധിപ്പിക്കും. 36 ജീവൻ രക്ഷാമരുന്നുകളെ കസ്റ്റംസ് നികുതിയിൽ നിന്ന് ഒഴിവാക്കും. 7 ജീവൻ രക്ഷാമരുന്നുകൾക്ക് വില കുറയും. 5 ലക്ഷം സ്ത്രീ സംരംഭകർക്കു കൂടി 2 ലക്ഷം രൂപ വരെ വായ്പ നൽകും. ഫിഷറീസ് മേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കായും പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരവികസനത്തിനായി 1 ലക്ഷം കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. 50 ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കും. ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ നൽകും. ഇലക്ട്രിക് വാഹനങ്ങൾ, മൊബൈൽ ഫോണുകൾ, മത്സ്യ ഉൽപ്പന്നങ്ങൾ, ടെലിവിഷൻ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, മോട്ടോർ സൈക്കിൾ, USB കേബിൾ എന്നിവയ്ക്ക് വില കുറയും. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ, നെയ്തെടുത്ത വസ്ത്രങ്ങൾ, ആഡംബര ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ, കാർബൺ ബഹിർഗമനം കൂടിയ വാഹനങ്ങൾ എന്നിവയ്ക്ക് വില വർദ്ധിക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത നിരാശ. പാലക്കാട് IIT-യുടെ അടിസ്ഥാന വികസനത്തിനായി സഹായം മാത്രമാണ് അനുവദിച്ചത്. അതും നാമമാത്രമായ തുകയാണ്. കേരളം ആവശ്യപ്പെട്ട 24,000 കോടി രൂപയുടെ പാക്കേജ് ബജറ്റിൽ അനുവദിച്ചില്ല. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യവും നിരാകരിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രതീക്ഷ അസ്ഥാനത്തായി.
വിഴിഞ്ഞം അടക്കമുള്ള മത്സ്യബന്ധന തുറമുഖ നവീകരണം, തീരദേശ ശോഷണം എന്നിവയ്ക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല. റബ്ബർ താങ്ങുവില ഉറപ്പാക്കുന്നതിലും വന്യജീവി സംഘർഷത്തിനും നടപടിയില്ല. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോയ്ക്ക് യാതൊരു സഹായവും അനുവദിച്ചില്ല. കശുവണ്ടി, കയർ മേഖലയ്ക്കും വലിയ അവഗണനയാണ് ഉള്ളത്. എയിംസ് എന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം അവഗണിച്ചു. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിക്കും എന്നതാണ് ഏക ആശ്വാസം. ഇതിനായി 1.5 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് നിരാശാജനകമാണെന്നും കേരളത്തിന് ന്യായമായ പരിഗണന പോലും കിട്ടിയില്ലെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര പൊതുബജറ്റ് അവഗണനയുടെ രാഷ്ട്രീയ രേഖയായി മാറിയെന്നും ഇത് അങ്ങേയറ്റം നിരാശാജനകവും ദൌർഭാഗ്യകരവുമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കാർഷിക മേഖലയെ അവഗണിച്ച കേന്ദ്ര ബജറ്റ് നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കാർഷിക മേഖലയ്ക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വിഹിതം കുറഞ്ഞു. തിരുത്തലുകൾ ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവർഗത്തിന്റെ ബജറ്റാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും പ്രഖ്യാപനം. എന്നാൽ കാർഷിക മേഖലയെ പരിഗണിക്കുക പോലും ചെയ്തില്ല. അന്നമൂട്ടുന്ന കർഷകരെ അവഗണിച്ചു. വിളകൾക്ക് ന്യായവില നിയമമായി ഉറപ്പുവരുത്താൻ ശ്രമിച്ചില്ല. നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് 4000 ആക്കണം, റബ്ബറിന്റെ മിനിമം വില 250 രൂപയാക്കണം എന്നീ കേരളത്തിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കിയില്ല. എല്ലാവർക്കും അന്നം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് അവഗണന പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഈ ബജറ്റിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്രയായി മാറുന്നത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒന്നാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ്, വിളകൾക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും ന്യായമായ ഒരു വില അത് നിയമപരമായി ഉറപ്പാക്കണം എന്നുള്ളതാണ് രാജ്യത്ത് നടക്കുന്ന ഒരു സമരത്തിലൂടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബജറ്റും അതിനെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. റബ്ബറിൻ്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന ഉണ്ടാവുമെന്നും റബ്ബറിന് സഹായം പ്രഖ്യാപിക്കുമെന്നുമെല്ലാം പറഞ്ഞിരുന്നതാണ്. ആ പ്രഖ്യാപനങ്ങളെല്ലാം കേവലം കബളിപ്പിക്കൽ വർത്തമാനങ്ങൾ മാത്രമായിരുന്നു എന്ന് ബജറ്റിനകത്തുകൂടി തെളിയുന്നുണ്ട്. കാർഷിക മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ ബജറ്റിൽ ഒന്നുമില്ല. രാസവളങ്ങളുടെ ലഭ്യത, സബ്സിഡി വിഷയങ്ങൾക്ക് പരിഹാരമില്ല. കിസാൻ ക്രെഡിറ്റ് കാർഡിലടക്കം ആശങ്കയും അവ്യക്തതയും നിറഞ്ഞ ബജറ്റ്. ദുരന്തം ബാധിച്ച വയനാടിനോട് അവഗണനയുടെ ക്രൂരത കാണിക്കുന്നു. വയനാട് ജില്ലയിലുണ്ടായ സമാനതയില്ലാത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകമായൊരു പാക്കേജ് കേരളത്തിനുണ്ടാകും എന്നതൊരു വലിയ പ്രതീക്ഷ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെച്ചു പുലർത്തിയാണ്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടിട്ട് പോയിട്ടും ബജറ്റിന്റെ പ്രഖ്യാപനത്തിന്റെ വരുമ്പോഴും കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്നത് ഇതൊരു ക്രൂരതയല്ലാതെ വേറെ എന്താണെന്നാണ് ഇതിനെ പറയാൻ കഴിയുക. കുന്നോളം ചോദിച്ചിട്ട് കടുകുമണിയോളം പോലും തരുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ കേരളത്തോട് കേന്ദ്രം നിഷേധാത്മക സമീപനം കാണിക്കുകയാണ്. അതേസമയം വൻ നികുതി ഇളവുകൾ നൽകി കസേര ഉറപ്പിക്കുന്ന ഒന്നായി മാത്രം ബജറ്റ് മാറി. കസേര ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒന്നിലേക്ക് മാത്രമായി ഒരു ബജറ്റിനെ ചുരുക്കുമ്പോൾ അത് ഭരണഘടനയോടും ഒരു ജനതയോടും ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരമായ തമാശയായി നമുക്ക് കാണേണ്ടി വരികയാണ്. ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മാത്രം പരിഗണനയും കേരളം എന്ന് പറഞ്ഞാൽ അവഗണനയും എന്നതാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ജനതയെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ല, ചേരുന്നതല്ല. വന്യമൃഗശല്യത്തിന് കർഷകർക്ക് സഹായമോ പ്രത്യേക പാക്കേജോ ഇല്ല. രാജ്യത്തിന് മാതൃകയാകുന്ന പല പദ്ധതികളും നടപ്പിലാക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രാധാന്യമോ പിന്തുണയോ ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ തിരുത്തലുകൾ വരുത്താൻ കേന്ദ്രം തയ്യാറാകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ മന്ത്രാലയങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. TCV തൃശൂർ. കേന്ദ്ര ബജറ്റിൽ തൃശൂരിന് അവഗണന. തൃശൂരിന് സ്വന്തമായി കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും ഒരു പദ്ധതി പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാനത്തിന് ഒരു MP-യെയും കേന്ദ്രമന്ത്രിയെയും സമ്മാനിച്ച തൃശൂരിനായി പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. കഴിഞ്ഞ ബജറ്റിലെ പോലെ തന്നെ ഈ ബജറ്റിലും തൃശൂരിനെ പരിഗണിച്ചില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉയർത്തിക്കാണിച്ച തീർത്ഥാടന ടൂറിസം പദ്ധതികളെല്ലാം പാഴ്വാക്കായി മാറി. പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം, ഗുരുവായൂർ തൃപ്രയാർ കൂടൽമാണിക്യം ക്ഷേത്രങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും നിരാശയാണ് ബലം. എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. എച്ചിപ്പാറ സ്വദേശി തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം. ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്നും ഓടിമാറി. ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
ഭീതി ഒഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്. ഒരാഴ്ച മുമ്പ് ഇവരുടെ വീട്ടിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു. സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു. 5-6 മാസമായിട്ടാണ് മെയിനായിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത്. ഇവിടെ ഈ പുഴയുടെ കൂടി 2 സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നും കൂടെ വരുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മിഞ്ഞാന്ന് വന്നിട്ട് അതേമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വാഴ വന്ന് വലിച്ചു കൊണ്ടുവരും. അപ്പം നമ്മൾ ഇവിടെ ജനല തുറന്നിട്ടിട്ട് ഇവിടെ ആനയെന്ന് പറഞ്ഞ വശം ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് വന്ന് ഈ ജനലമേ പിടിച്ച് തകർന്നുകൂടി ജനലൊക്കെ തകർന്നു പോയി. കാട്ടാനശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് ഒരു പരിധിവരെ തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തൊടി പറഞ്ഞു. വസുപ്രദ ലിമിറ്റഡിന്റെ കുറെ കാലഹരണപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊള്ളണം. ടൂറിസ്റ്റുകൾ കൂടുതൽ ഈ പ്രദേശത്തേക്ക് ഇപ്പൊ എത്തിച്ചേരുന്നുണ്ട്. പാലപ്പള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള പ്രധാന റോഡിലും ആനശല്യം വളരെ രൂക്ഷമാണ്. ഇവിടെ ഈ തോട്ടം മേഖലയിൽ 10-200 തൊഴിലാളികൾ തൊഴിൽ ചെയ്തിരുന്നു. അത് അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 500-ഓളം തൊഴിലാളികൾ ഉണ്ടായി ഈ എസ്റ്റേറ്റിൽ. ഇപ്പൊ 100-ൽ താഴെയാണ് ആകെയുള്ള തൊഴിലാളികൾ. കാട്ടാനശല്യത്തിനു പുറമെ കുരങ്ങിന്റെയും മലയണ്ണാന്റെയും ശല്യം മൂലം കൃഷി നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, പുതുക്കാട്. പീച്ചി മണിയൻ കിണറിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. മേലെ ചുരക്കുന്ന ചന്ദ്രന്റെ 2 മാസം പ്രായമുള്ള മൂരിക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. ചന്ദ്രന്റെ വീടിനോട് ചേർന്ന റബ്ബർ തോട്ടത്തിൽ തീറ്റിയെടുക്കുകയായിരുന്ന മൂരിക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. ശബ്ദം ഉണ്ടാക്കിയതിനെ തുടർന്ന് പുലി ഓടിപ്പോവുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. 1 വർഷം മുൻപ് ചന്ദ്രന്റെ പശുക്കിടാവിനെയും സമീപത്തെ വീട്ടുകാരുടെ ആടിനെയും പട്ടിക്കുട്ടികളെയും പുലി പിടിച്ചിരുന്നു. തൃശൂർ ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പുനർ അനാച്ഛാദനം അവസാന നിമിഷം വീണ്ടും മാറ്റിവെച്ചു. തൃശൂരിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാന്റെ പ്രതിമ കഴിഞ്ഞ വർഷം ജൂണിൽ 9-ന് പുലർച്ചെയാണ് KSRTC ബസ് ഇടിച്ച് തകർന്നത്. തുടർന്ന് ഗതാഗത റവന്യൂ വകുപ്പ് മന്ത്രിമാർ ഇടപെട്ട് പ്രതിമ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കേടുപാടുകൾ തീർത്ത് കഴിഞ്ഞ നവംബർ 15-ന് തിരികെ എത്തിച്ച് പുനഃസ്ഥാപിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. മൂടിക്കെട്ടിയ നിലയിലുള്ള ശക്തന്റെ പ്രതിമ 2.5 മാസം കഴിഞ്ഞിട്ടും തുറന്ന് നൽകിയിരുന്നില്ല. ശക്തന്റെ പ്രതിമയോടുള്ള അനാദരവ് സംബന്ധിച്ച് TCV നിരവധി തവണ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഫെബ്രുവരി 1-ന് പ്രതിമ അനാച്ഛാദനം ചെയ്ത് തുറന്നു നൽകുമെന്ന് മേയർ ഉറപ്പു നൽകിയിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു അനാച്ഛാദന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അനാച്ഛാദനത്തിന് 1 മണിക്കൂർ മാത്രം ശേഷിക്കെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അനാച്ഛാദന ചടങ്ങ് മാറ്റിവെച്ചതായുള്ള കോർപ്പറേഷന്റെ അറിയിപ്പ് നൽകുകയായിരുന്നു. അതേസമയം ശില്പി അടക്കമുള്ളവരെ അറിയിക്കാതെ പ്രതിമ ഫെബ്രുവരി 1-ന് അനാച്ഛാദനം ചെയ്യാനുള്ള കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ വിമർശനവും ഉയർന്നു വന്നിരുന്നു. അനാച്ഛാദനം മാറ്റിവെച്ചത് ശക്തൻ തമ്പുരാനോടുള്ള അവഹേളനമാണെന്ന് കോൺഗ്രസ് കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കൌൺസിലർമാരോട് പോലും ആലോചിക്കാതെയാണ് ചടങ്ങ് മാറ്റിവെച്ചതെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. ബസ്സുടമകളും ജീവനക്കാരും ഇരിങ്ങാലക്കുടയിൽ പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലും മറ്റ് ഡിവിയേഷനുള്ള ഇടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. കരുവന്നൂർ അഞ്ചോവ് പെട്രോൾ പമ്പിന് സമീപം കലുങ്ക് നിർമ്മാണം നടക്കുന്നിടത്ത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ചെറുവാഹനങ്ങൾക്ക് ഊരകം പല്ലിശ്ശേരി വഴി രാജ കമ്പനി പരിസരത്തേക്ക് എത്തുന്ന വിധത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്റ്റുഡന്റ് പോലീസിനെ കൂടുതൽ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഏർപ്പെടുത്തുമെന്നും പോലീസ് ഉറപ്പു നൽകി. മാപ്രാണം ലാൽ ആശുപത്രി പരിസരത്ത് ഗതാഗത നിയന്ത്രണം തെറ്റിച്ച് എത്തിയ വാഹനങ്ങൾക്കെതിരെ ബസ്സുടമകൾ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. മാപ്രാണം മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പൊറുത്തുശ്ശേരി വഴി ചെമ്മണ്ട, കാറളം, മൂർക്കനാട് വഴി പുത്തൻതോട് എത്തി തിരിഞ്ഞാണ് പോകേണ്ടത്. എന്നാൽ ഈ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിച്ച് നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. റോഡിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം വന്നതോടെയുമാണ് ശനിയാഴ്ച സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ശക്ത സ്റ്റാൻഡിൽ പിരിച്ചിരുന്ന സ്റ്റാൻഡ് ഫീ
അടുത്ത ദിവസം മുതൽ നൽകില്ലെന്നും ബസ് ഉടമകൾ പറഞ്ഞു. TC വിനോസ്, ഇരിങ്ങാലക്കുട. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 7 രൂപയാണ് കുറച്ചത്. ഇതോടെ സിലിണ്ടറിന് വില 1797 രൂപയായി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം KSRTC ജീവനക്കാർ ചൊവ്വാഴ്ച പണിമുടക്കും. TDFന്റെ നേതൃത്വത്തിലാണ് സമരം. CMD വിളിച്ച് ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകാൻ ജീവനക്കാർ തീരുമാനിച്ചത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, DA കുടിശ്ശിക മുഴുവനും നൽകുക, KSRTCയുടെ റൂട്ടുകൾ പിൻവലിക്കുക തുടങ്ങി 14 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പെരിഞ്ഞനത്ത് ബാങ്കിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ജീവനക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന കാത്തലിക് സിറിയൻ ബാങ്കിലാണ് സംഭവം. ജനറേറ്റർ ഓൺ ചെയ്യുകയും തുടർന്ന് ശബ്ദത്തോടെ തീയും പുകയും ഉയരുകയായിരുന്നു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനെത്തിയ താൽക്കാലിക ജീവനക്കാരൻ ഉടൻ തന്നെ അഗ്നിശമനോപകരണം ഉപയോഗിച്ച് തീ അണച്ചെങ്കിലും പുക ഉയർന്നതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി അപകട സാധ്യത ഒഴിവാക്കുകയായിരുന്നു. തീപിടുത്തത്തെ തുടർന്ന് ബാങ്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ജനറേറ്ററിന്റെ തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജനറേറ്റർ പൂർണ്ണമായും കത്തിനശിച്ചു. വയറിങ്ങുകൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ പിടിയിലായ കുപ്രസിദ്ധ ഗുണ്ട പുത്തൂർ സ്വദേശി തീക്കാറ്റ് സാജനെ ഒല്ലൂർ സ്റ്റേഷനിലെത്തിച്ചു. സാജനെ ACP P. സുധീറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. SHO വിമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാജനെ ഹൈദരാബാദിൽ നിന്നും കൊണ്ടുവന്നത്. ബൈക്ക് മോഷണക്കേസിൽ ഇയാൾക്ക് ഒല്ലൂർ പോലീസിന്റെ വാറന്റുണ്ട്. 6 മാസം മുൻപാണ് ഇയാൾ ഒളിവിൽ പോയത്. ആവേശം സിനിമാ മോഡലിൽ തെക്കേ ഗോപുരനടയിൽ പിറന്നാൾ ആഘോഷിക്കാനുള്ള സാജന്റെയും അനുയായികളുടെയും നീക്കം പോലീസ് തടഞ്ഞിരുന്നു. സാജന്റെ അനുയായികളെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തതിലുള്ള പ്രകോപനത്തിൽ കമ്മീഷണർ ഓഫീസും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം മുങ്ങിയ സാജനെ പിടികൂടാൻ സാധിക്കാതിരുന്നത് പോലീസിന് നാണക്കേടായിരുന്നു. സാജന്റെ ബോംബ് ഭീഷണിയെ തുടർന്ന് കമ്മീഷണർ ഓഫീസിന് ഏർപ്പെടുത്തിയ സുരക്ഷ ഇപ്പോഴും തുടരുകയാണ്. ഗുണ്ടയാകാൻ 14-ാം വയസ്സിൽ ബൈക്ക് മോഷണം നടത്തിയ സാജൻ ജയിലിൽ വെച്ച് കുപ്രസിദ്ധ ഗുണ്ട കടവി രഞ്ജിനെ തല്ലി പേരെടുത്തിരുന്നു. വധശ്രമം ഉൾപ്പെടെ 14ഓളം കേസുകളിൽ പ്രതിയാണ് സാജൻ. കൃഷിഭൂമി കർഷകന്റേതായി നിലനിൽക്കേണ്ടത് ഭക്ഷ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കേരള കാർഷിക സർവകലാശാലയുടെ 54ാമത് സ്ഥാപിത ദിനാഘോഷം വെള്ളാനിക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിയോഗ്യമായ ഭൂമി കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് നിയമസഭാ സമ്മേളനത്തിൽ നിയമം അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉയരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭ്യമാക്കേണ്ടത് പ്രധാന വെല്ലുവിളിയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രതിവർഷം 1500 കോടിയിലധികം വരുന്ന വിളവെടുപ്പാനന്തര നഷ്ടം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. പത്മശ്രീ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിൻ്റെ പരിഹാരം ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമല്ല. ആ ഭക്ഷണം കൃഷി ചെയ്ത് മാത്രം ഉണ്ടാക്കുന്നവയാണ്. ഡ്രൈഡേ ദിനത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. വള്ളിവട്ടം ചിരട്ടക്കുന്ന് സെന്ററിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തുകയായിരുന്ന തെക്കേ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 14 കുപ്പികളിലായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 7 ലിറ്റർ മദ്യവും ആക്ടീവ സ്കൂട്ടറും മദ്യം വിറ്റ് ലഭിച്ച 1500 രൂപയും കസ്റ്റഡിയിലെടുത്തു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PR അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂരിൽ നിന്ന് ചൊവ്വല്ലൂർ പടി വഴി തൃശൂരിലേക്ക് രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. കോവിഡിനു മുമ്പ് ഉണ്ടായിരുന്ന ബസ് സർവീസുകൾ പുനരാരംഭിക്കാത്തതാണ് രാത്രികാല യാത്രക്കാരെ വലയ്ക്കുന്നത്. രാത്രി 8:15 ഗുരുവായൂരിൽ നിന്നുള്ള KSRTCയുടെ അവസാന ബസ്. ഇത് പോയി കഴിഞ്ഞാൽ 8:30 തമിഴ്നാട് സർക്കാരിന്റെ ഒരു ബസ്സും ഇതിനുശേഷം ഒരു സ്വകാര്യ ബസ്സുമുണ്ട്. അതും ഉറപ്പില്ല. ട്രെയിനാണെങ്കിൽ ഉച്ചയ്ക്ക് 1:30 എറണാകുളം പാസഞ്ചർ പോയി കഴിഞ്ഞാൽ രാത്രി 11:15 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഉള്ളത്. ഇതല്ലാതെ സാധാരണ യാത്രക്കാർക്ക് തൃശൂരിലെത്താൻ ടാക്സി അല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. രാത്രിയിലും ഉറങ്ങാത്ത ക്ഷേത്രനഗരിയിലെത്തുന്നവർ ഇതുമൂലം ബുദ്ധിമുട്ടിലാണ്. കോവിഡിനു മുമ്പ് രാത്രി 10 മണിക്ക് ശേഷവും തൃശൂരിലേക്ക് KSRTC ഉണ്ടായിരുന്നു. ഇത് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയായില്ലെന്ന്
കേരള കോൺഗ്രസ് എം ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി പി ഗോപകുമാർ പറഞ്ഞു. ഗുരുവായൂരിന്ന് രാത്രി 9 മണിക്ക് ശേഷം അകലെ നിന്ന് വരുന്ന ജനങ്ങൾക്ക് തൃശ്ശൂർ വരെ എത്തിച്ചേരാൻ ഒരു ബസ് സർവീസ് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. KSRTCയുടെ DTOയ്ക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് ഇതുവരെ നടപടിയായിട്ടില്ല. എത്രയും വേഗം അതൊന്ന് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കുന്നംകുളം വഴി തൃശ്ശൂരിലേക്ക് രാത്രിയിൽ KSRTC ബസ്സുകളുണ്ട്. ഇതിലൊരെണ്ണം ചൊവ്വല്ലൂർപ്പടി വഴി തൃശ്ശൂരിലേക്ക് സർവീസ് ആരംഭിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ. നാടോടി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിന് പോക്സോ കോടതി ഇരട്ട ജീവപര്യന്തവും 1,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നാടോടി വിഭാഗത്തിൽപ്പെട്ട മുത്തയ്യെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജ് വി വിനീത ശിക്ഷിച്ചത്. ജീവപര്യന്തമെന്നാൽ ജീവിതകാലം മുഴുവനും ശിക്ഷ അനുഭവിക്കണമെന്നും വിധിയിൽ പറഞ്ഞു. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകണം. 12 വയസ്സുള്ള കുട്ടി കുടുംബത്തോടൊപ്പം എടമുട്ടം SN സെന്ററിനടുത്തുള്ള പീഡിക വരാന്തയിൽ കിടന്നുറങ്ങുമ്പോൾ പീഡിപ്പിച്ചെന്നാണ് കേസ്. 2022 മെയ് മാസത്തിലായിരുന്നു സംഭവം. ലോകത്ത് ലഭ്യമാകുന്ന അന്തസ്സുറ്റ തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച അക്കാദമിക് മുന്നേറ്റ പരിപാടിയായ സംസ്ഥാനതല മികവുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിരവധി പദ്ധതികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. കൃഷി, ആരോഗ്യം തുടങ്ങി സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന തരത്തിൽ വിദ്യാർത്ഥികളും വിദ്യാലയങ്ങളും മാറണമെന്നും മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് D. സുധീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K. ബദറുന്നിസ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശ്ശാംകടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് റഹീം, സെക്രട്ടറി സുമേഷ് കുമാർ, TMC ചെയർമാൻ EL ടോണി, സ്റ്റാഫ് പ്രതിനിധി PU കിരൺ, മാനേജിംഗ് പാർട്ണർ സിജോ കുണ്ടുകുളം, പാർട്ണർ VA മുരളി എന്നിവർ സംസാരിച്ചു. നറുക്കെടുപ്പിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പാർട്ണർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, കളക്ഷൻ സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അടിച്ചവരെ ആംബുലൻസിൽ കയറ്റി രക്ഷപ്പെടുത്തിയ പോലീസ് അടികിട്ടി ആശുപത്രിയിൽ കഴിഞ്ഞ SFI നേതാവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തുവെന്ന് DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്. ഡി-സോൺ കലോത്സവത്തിൽ കലാപമുണ്ടാക്കാൻ KSU കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് SFI DYFI മാള കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രമേശ് ചെന്നിത്തല ജയിലിലെത്തി KSU നേതാക്കളെ കണ്ട ശേഷം നടത്തിയ പ്രതികരണത്തെ തുടർന്ന് SFI നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസിന്റെ വികാരം എന്തായിരുന്നുവെന്നും ശരത് പ്രസാദ് ചോദിച്ചു. SFIക്കാർ ഉൾപ്പെടെയുള്ളവരെ കൊല്ലാൻ ശ്രമിച്ച KSU നേതാക്കളെ ആംബുലൻസിൽ കയറ്റി രക്ഷപ്പെടുത്തിയത് ഉത്തരവാദപ്പെട്ട പോലീസാണ്. അടികിട്ടി ഗുരുതരമായി പരിക്കേറ്റയാൾക്കും അടിച്ചയാൾക്കും വധശ്രമത്തിന് കേസെടുത്ത പോലീസിന് ആ കസേരയിൽ സുഖമായി ഇരിക്കാൻ കഴിയില്ലെന്നും DYFI ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. SFI മാള ഏരിയ സെക്രട്ടറി PM ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ സെക്രട്ടറി വിഷ്ണു പ്രഭാകർ, C. ധനുഷ് കുമാർ, TK സന്തോഷ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി MLA ആയിട്ടുള്ള സേവിയർ ചിറ്റലപ്പള്ളി പങ്കെടുക്കുന്ന ഒരു ചാനൽ ഡിസ്കഷനിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. അതിന്റെ ആണിയാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്. കോഴിക്കോട് സർവകലാശാലയിലെ ക്യാമ്പസുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. വ്യാസ കോളേജിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓർഫനേജ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കുരിയച്ചിറയിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ലിജോ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, R. സജീവൻ, ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ 707 വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നതായി കണക്കുകൾ. സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 17 വൃദ്ധസദനങ്ങൾ. 34 ഫോമുകൾ മാത്രമാണ് ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകാരമുള്ള 690 വൃദ്ധസദനങ്ങൾ 67 അമ്മമാരുടെയും
കേന്ദ്രങ്ങൾ, 26 ദത്തെടുക്കൽ കേന്ദ്രങ്ങൾ, 19 യാചകവൃത്തി ചെയ്തിരുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള ഹോമുകൾ, 306 ഭിന്നശേഷി മാനസിക രോഗ പുനരധിവാസ കേന്ദ്രങ്ങൾ, 44 പാലിയേറ്റീവ് കെയർ സെന്ററുകൾ, അതുപോലെ HIV, കുഷ്ഠരോഗ, ക്ഷയരോഗ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം പ്രവർത്തിച്ചു വരുന്നത് വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളുടെ കീഴിലാണ്. ഓർഫനേജ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കുരിയച്ചിറയിൽ ഉദ്ഘാടനം ചെയ്യവേ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 17 വൃദ്ധസദനങ്ങൾ ഉൾപ്പെടെ 34 സ്ഥാപനങ്ങളാണ് നേരിട്ട് നിയന്ത്രണത്തിലുള്ളത്. ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകാരമുള്ള 690 വൃദ്ധസദനങ്ങൾ കേരളത്തിലുണ്ട്. 67 അമ്മയും കുഞ്ഞും സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. 19 യാചകവൃത്തി സംരക്ഷണ ഹോമുകൾ, 306 ഭിന്നശേഷി മാനസികരോഗ പുനരധിവാസ കേന്ദ്രങ്ങൾ, 44 പാലിയേറ്റീവ് കെയർ സെന്ററുകൾ എന്നിവ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ HIV, കുഷ്ഠരോഗ, ക്ഷയരോഗ പുനരധിവാസ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. നിരാലംബരായ ജീവിതങ്ങളെ സംരക്ഷിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ വിലമതിക്കാനാവാത്ത സേവനമാണ് സമൂഹത്തിന് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. വാക്കുകൾ കൊണ്ട് വിലമതിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തീർച്ചയായും ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ അംഗീകരിക്കുകയാണ്. TCV തൃശൂർ. SSF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരി സൈബർ ക്രൈം വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കൊക്കാലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കമ്മീഷണർ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരത്തിൽ SSF ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഗാദിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സ്വാദിഖ് നിസാമി, കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറി PSM റഫീഖ്, SSF പ്രവർത്തക സമിതി അംഗങ്ങളായ അബ്ബാസ് സഖാഫി, അബ്ദുൽ ബാരി ബുഖാരി, ജില്ലാ ജനറൽ സെക്രട്ടറി KM അനസ്, സെക്രട്ടറി മുഹസിൻ റബ്ബാനി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുത്തു. നമുക്ക് മുന്നോട്ട് പോകാൻ പ്രതികളെന്ന ഒരു തലവാചകം മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് മുമ്പ് കേരളത്തിലെ വെയിലിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവരുടെ സ്വത്ത് വിദ്യാർത്ഥിത്വമാണെന്ന ഒരു വിദ്യാർത്ഥിത്വം ഈ ആളുന്ന വെയിലിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഇത് സ്വന്തം കാലിൽ നിലയുറപ്പിച്ചു നിൽക്കാൻ. തൃശൂരിൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ 17 പിടികിട്ടാപ്പുള്ളികൾ ഉൾപ്പെടെ നിരവധി പേർ പിടിയിലായി. 113 വാറണ്ട് പ്രതികളും പിടിയിലായിട്ടുണ്ട്. 83 ഗുണ്ടകളെ കരുതൽ തടങ്കലിലാക്കി. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റി മേയറുമായി ചർച്ച നടത്തി. ABC പദ്ധതി ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്നും നിലവിൽ തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ പറ്റിയ സ്ഥലം ലഭ്യമായിട്ടില്ലെന്നും സ്ഥലം ലഭ്യമാകുന്ന പക്ഷം പദ്ധതി ഉടൻ നടപ്പിൽ വരുത്തുമെന്നും മേയർ ഉറപ്പു നൽകി. AIYF തൃശൂർ മണ്ഡലം സെക്രട്ടറി GM അഖിൽ നിവേദനം മേയർക്ക് കൈമാറി. കൌൺസിലർ I സതീഷ് കുമാർ, AIYF മണ്ഡലം പ്രസിഡന്റ് CB ജോർജ്, KM ട്വിങ്കിൾ തുടങ്ങിയവർ സംസാരിച്ചു. 7.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മധ്യവയസ്കൻ പിടിയിൽ. പുതുരുത്തി ചിറ്റഴിക്കര വടക്കേക്കര വീട്ടിൽ സോമരാജനെയാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. PKS തൃശൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവമാധ്യമ ജില്ലാ പ്രവർത്തക യോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ അഭിജിത് ബാബു, ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ, NV സന്തോഷ്, PV മണി, PA ലിജുക്കുട്ടൻ, അഡ്വക്കേറ്റ് KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,700 രൂപ, പവന് 61,600 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,369 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദായ നികുതി ഇളവുമായി കേന്ദ്ര ബജറ്റ്. ആദായ നികുതി ഇളവിനുള്ള പരിധി 12 ലക്ഷം രൂപയാക്കി. നികുതി ഘടനയിലും മാറ്റം, 4 ലക്ഷം വരെ നികുതി ഈടാക്കില്ല.
കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വൻ നിരാശ. വയനാട് ചൂരൽമല ദുരന്ത മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചില്ല. കേന്ദ്ര ബജറ്റ് നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കേന്ദ്ര ബജറ്റിൽ തൃശൂരിന് അവഗണന. തൃശൂരിന് കേന്ദ്രമന്ത്രിയുണ്ടായിട്ടും ഒരു പദ്ധതി പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വീടിന്റെ ജനൽ കാട്ടാന തകർത്തു. പീച്ചി മണിയൻ കിണറിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പുനർ അനാച്ഛാദനം അവസാന നിമിഷം വീണ്ടും മാറ്റി. അനാച്ഛാദനം മാറ്റിയത് സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ. അനാച്ഛാദനം മാറ്റിവെച്ചത് ശക്തൻ തമ്പുരാനോടുള്ള അവഹേളനമെന്ന് കോൺഗ്രസ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.